പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല രീതികളുണ്ട്. നമ്മൾ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജലപീരങ്കി അല്ലെങ്കിൽ കണ്ണീർ വാതകം, സെക്രട്ടേറിയറ്റ് വളയൽ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മഴക്കാലത്ത് അല്ലെങ്കിൽ റോഡിൽ കുഴി വന്നാൽ അവിടെ വാഴ വെക്കൽ, റീത്ത് വെക്കൽ പരിപാടികളാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഒരാൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലബ് ഓഫുമാണ്. എൻ്റെ പേര് രാഘവ്. തൃപ്പൂണിത്തറ പേട്ടയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മെട്രോ പില്ലർ നമ്പർ 998 മുന്നിൽ 3 മാൻഹോൾ ഉണ്ടായിരുന്നു. അതായത് മെട്രോൻ്റെ ഫുട്പാത്തിൽ 3 മാൻഹോൾ ഉണ്ടായിരുന്നു. ആ 3 മാൻഹോളും ഈ മഴ സമയത്ത് മൂടാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ തുറന്നു വെച്ച മാൻഹോളിനെതിരെ അല്ലെങ്കിൽ അത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചു. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പ്രതിഷേധിച്ച ആ മനുഷ്യനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പേര് സൂപ്പി എന്നാണ്. സൂപ്പി കാഞ്ഞോറ്റം എന്നാണ് അറിയപ്പെടുന്നത്. Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you. ചെറുപ്പം മുതലേ ഒരു സാംസ്കാരിക മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. കാര്യം എന്താ വെച്ചിട്ടുണ്ട്, ഏതാണ്ട് ഒരു 3 മീറ്ററോളം താഴത്തേക്ക് അതിൻ്റെ ഒരു മാൻഹോൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് തടുപ്പിച്ചായിട്ട് 3 എണ്ണമാണ്. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് അവിടെ. ഇപ്പോൾ ഹോണ്ടയുടെ ഷോറൂമും മൈജിയുടെ ഷോറൂമും ഒക്കെ ഉള്ളൊരു ജനങ്ങൾ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ ഒരു പ്ലേ കാറുമായിട്ട് വന്ന് ഞാൻ പ്രതിഷേധിച്ചു. ഞാൻ ആ മാൻഹോളിൻ്റെ അകത്ത് കയറി ഇറങ്ങി നിന്ന് ഞാൻ പ്രതിഷേധിച്ചത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അല്ല, ഞാനത് ഇറങ്ങി ഞാൻ ആളുകളെ കാണിക്കണമല്ലോ. തൊണ്ടക്കുടിയോളം അതിന്റെ ഉണ്ട്. അടി നല്ല ഒഴുക്കുണ്ടായിരുന്നോ? അടി ആ സമയത്ത് ഒഴുക്കില്ല, മഴയില്ലാത്ത സമയത്തായതുകൊണ്ട് ഒരുപാട് കൊതുകുകളുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആളുകൾ ഇതിന്റെ ഒരു അപകടാവസ്ഥ ജനങ്ങളെ കാണിക്കണമല്ലോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്തരത്തിലേക്ക് ഇറങ്ങി നിന്ന്. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. എത്ര നാളായി ഈ മാൻഹോൾ അവിടെ കാണുന്നത്? അത് 10 ദിവസം മുകളിലായെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അടച്ചു വന്നിട്ട് ഇപ്പൊ ട്രാഫിക് പോലീസുകാരും അവരൊക്കെ എത്തി, സമീപവാസികൾ എത്തി. അവിടെ പലകയും കല്ലും എല്ലാം വെച്ച് 3 മാൻഹോൾ അടുത്തടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. 3 താൽക്കാലികമായിട്ട് അടച്ചു. താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. മെട്രോക്കാരെന്താ പറഞ്ഞത്? നഗരസഭക്ക് പരാതി കൊടുക്കുമ്പോൾ നഗരസഭ അത് മെട്രോക്കാന്ന് പറയും. മെട്രോക്കാന്ന് പറയുമ്പോഴത്തേനും അത് നഗരസഭയാന്ന് പറയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് സമരത്തിനാണ്. എന്നെ ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഷേധത്തിന് എപ്പോഴും ഒരു വേറിട്ട കാഴ്ചയാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടണമല്ലോ. അപ്പൊ നമ്മളൊരു 100 പേര് കൊണ്ടേക്കാൻ നല്ല എനിക്ക് തോന്നുന്നത് ഒറ്റക്ക് പോരാട്ടം. അതായത് എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് റോഡൊക്കെ വളരെ മോശമായ സമയത്ത് ഞാൻ പാട്ടുപാടി പ്രതിഷേധിച്ചത്. കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് റോഡ് പൊന്നേ കരളെ എന്തൊരു റോഡ്, ഈ റോഡിലൂടെ നാം പോയി കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. എൻ്റെ അമ്മ അധികാരികളെ കണ്ണു തുറക്കൂ, ജീവൻ രക്ഷിക്കൂ. പാട്ടുപാടി പ്രതിഷേധിച്ച സമയത്ത് അവരെന്താ പറഞ്ഞു? നാട്ടുകാരെന്ന് പാട്ട് ആളുകൾ ഏറ്റെടുത്ത് അതിനുശേഷം മാറ്റം ഉണ്ടായത് റോഡിന്റെ കാര്യത്തിൽ. PW ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിത് വർഷങ്ങളായിട്ട്, എനിക്ക് വേണ്ടി 7 വർഷക്കാലമായിട്ട് ഞാൻ ഈ കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് റോഡിന് വേണ്ടി സമരം ചെയ്യുന്ന ആളാണ്. അത് കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് റോഡിനും കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് തോടിനും കാഞ്ഞിരമുറ്റം പുത്തങ്കാവ് പാലത്തിനും. അപ്പൊ ഈ 3 എണ്ണത്തിനും ഞാൻ സമരം ചെയ്ത് വിജയം കണ്ടിട്ടുള്ള ആളാണ്. അടിപൊളി. സൂപ്പി ഇതുപോലെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. SBIക്കെതിരെ പോലും സമരം നടത്തിയിട്ടുണ്ട്. ആ കഥ നമുക്ക് തിരിച്ചു വന്നിട്ട് കേൾക്കാം. ക്ലബ് ഓഫുമാണ്. എൻ്റെ പേര് രാഘവ് എന്നാണ്. ടാൺ കണക്കിന് ഫാൻ.